നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് ആത്മനിറവ് വ്യാപരിക്കപ്പെടേണ്ടത്? 5 മേഖലകൾ എഫെസ്യ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ 5 മേഖലകളെ പരിചയപ്പെടുത്തുന്നു. 5-ാം അധ്യായം 18-ാമത്തെ വാക്യം തുടങ്ങി 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വന്ന് അവസാനിപ്പിക്കുന്നത് വരെ 5 വിധത്തിലുള്ള മേഖലയ്ക്കകത്ത് ആത്മനിറവ് വ്യാപരിക്കണം, ആത്മനിറവ് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1, വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മനിറവ് വെളിപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. 2, കുടുംബ ജീവിതത്തിനകത്ത് ആത്മനിറവ് വ്യാപരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. 3, മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും ആത്മനിറവ് വ്യാപരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. 4, യജമാനദാസ ബന്ധത്തിൽ ആത്മനിറവ് വ്യാപരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. 5, പോർക്കള ജീവിതത്തിൽ ആത്മനിറവ് വ്യാപരിക്കേണ്ടത് അനിവാര്യമാണ്. ആത്മനിറവില്ലാതെ ഈ മരുഭൂമിയിൽ നമുക്ക് ജയകരമായ ജീവിതം നയിക്കാൻ സാധ്യമല്ല. ആത്മനിറവുണ്ടെങ്കിൽ മാത്രമേ ഈ മരുഭൂമിയെ ജയിക്കാൻ കഴിയൂ. ഈ മരുഭൂമിയിൽ ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല വഴി ആത്മനിറവ് മാത്രമാണ്. ആത്മാവിൽ നിറയുന്നവരായി തീരട്ടെ, അനേകരെ ആത്മനിറവിലേക്ക് നയിക്കുന്നവരായി